നമസ്കാരം, ക്ലാസ്മേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നോക്കിയോളൂ. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 1 to 4. റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ലിറ്റിൽ തിങ്സ് മാറ്റർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അതായത് ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറയുന്ന നിങ്ങളുടെ യൂണിറ്റിൽ നിന്നുള്ള കുറച്ച് പോർഷനാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമ്മൾ എഴുതണം. അപ്പോൾ നോക്കിയോളൂ. ഫസ്റ്റ് നമുക്ക് ഈ എക്സെപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. നോക്കിയോളൂ. തന്നിട്ടുള്ളത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹാഡ് പ്ലേസ്ഡ് എ നമ്പർ ഓഫ് സാങ്ഷൻസ് ആൻഡ് റേഷൻസ് ഓൺ ഗുഡ്സ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഗുഡ്സിന് അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾക്കും ഒരുപാട് സാങ്ഷൻസും റേഷൻസും ഒക്കെ ഏർപ്പെടുത്തി, അല്ലെങ്കിൽ ഒരുപാട് ഉപരോധങ്ങളും ആ റേഷൻസും ഒക്കെ ഏർപ്പെടുത്തി. സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവൈൽഡ് ഇൻ ദ കൺട്രി. അതായത് രാജ്യത്ത് ഇപ്പോൾ ഒരു അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതുപോലെ ആയിരുന്നു. ഓർ ലാർജ് ഫാമിലി ഫെൽറ്റ് ഡിഫിക്കൽട്ടീസ് അക്യൂട്ട്ലി. നമ്മുടെ ഒരു വലിയ ഫാമിലിയാണ്, ആ വലിയ കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. ഫുഡ്, ക്ലോത്ത്സ്, ദ നീഡ്സ് ഓഫ് ദി ബേബീസ് ഓഫ് ദി ഹൗസ് ഹോൾഡ് ഓൾ ബിക്കം ഡിഫിക്കൽട്ട് ടു പ്രൊക്യൂർ. ഈ ഫുഡ്, ഭക്ഷണം, വസ്ത്രങ്ങൾ, വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്നിവയെല്ലാം വാങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടായി. As the difficulties of the war continued to affect us, Samsudeen came up with a proposal that excited and delighted me. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായ സമയത്ത്, യുദ്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ വളരെയധികം ബാധിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് ഷംസുദ്ദീൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇത് എന്നെ വളരെയധികം ഡിലൈറ്റ്ഫുള്ളും എക്സൈറ്റഡ് ആക്കി, അല്ലെ എന്നെ ആവേശഭരിതനും സന്തോഷവാനുമാക്കി. One fallout of the conditions was that the rail stop at Rameshwaram station had been done away with. അതായത് സ്റ്റേഷനിൽ റെയിൽ സ്റ്റോപ്പ് ഇല്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. വാട്ട് വുഡ് ഹാപ്പൻ ടു അവർ പേപ്പേഴ്സ് ദെൻ? അപ്പോൾ നമ്മുടെ പേപ്പറുകൾക്ക് എന്ത് സംഭവിക്കും? ഹൗ വേർ ദേ ടു ബി കളക്റ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ദ പീപ്പിൾ ഓഫ് ദ ടൗൺ. ഈ ടൗണിലെ എല്ലാവർക്കും ഇത് വിതരണം എങ്ങനെ, ഇതിനെ ശേഖരിച്ച്, ഈ പറയുന്ന പേപ്പറിനെ ശേഖരിച്ച് നഗരത്തിലെ എല്ലാവർക്കും എങ്ങനെ വിതരണം ചെയ്യും? ഷംസുദ്ദീൻ ഫൗണ്ട് ആൻഡ് വേ ഔട്ട്. അതിന് ഷംസുദ്ദീൻ ഒരു വഴി കണ്ടെത്തി. എന്താണ്? ദ പേപ്പേഴ്സ് വുഡ് ബി കെപ്റ്റ് റെഡി ഇൻ ലാർജ് ബണ്ടിൽസ്. പേപ്പറുകൾ വലിയ കെട്ടുകളായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുക. എന്നിട്ട് എന്താ? ആസ് ദ ട്രെയിൻ chugged down the രാമേശ്വരം ധനുഷ്കോടി ട്രാക്ക്, they would be flung out onto the platform. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? രാമേശ്വരം ധനുഷ്കോടി ട്രാക്കിലൂടെ ഈ ട്രെയിൻ ഇങ്ങനെ നീങ്ങുമ്പോൾ അവ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയും. മനസ്സിലായോ? അങ്ങ് വലിച്ചെറിയുക. ആൻഡ് ദാറ്റ് ഈസ് വെയർ ഐ കെയിം ഇൻ. അവിടെ ഞാൻ വന്ന് നിൽക്കും. Shamsuddin offered me the enjoyable job of collecting these bundles of papers thrown from the moving train and then taking them around town for distribution. ഈ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇങ്ങനെ പേപ്പറുകൾ വലിച്ചെറിയുമ്പോൾ ഈ പേപ്പറുകൾ ശേഖരിച്ച് ഈ നഗരം മുഴുവൻ വിതരണം, ഈ സിറ്റി മൊത്തം വിതരണം ചെയ്യുന്നതിനുള്ള ജോലി ഷംസുദ്ദീൻ ആർക്ക് കൊടുത്തു? എനിക്ക് നൽകി. എനിക്കെന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ്? നമ്മുടെ അബ്ദുൽ കലാം അല്ലേ? ഇനി നമുക്കിതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും നോക്കാം. ക്വസ്റ്റ്യൻ ഏതാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡിഫിക്കൽട്ടി ഫേസ്ഡ് ബൈ കലാംസ് ഫാമിലി ഡ്യൂ ടു ദ പോളിസി ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഈ പോളിസിയൊക്കെ കാരണം കലാമിന്റെ ഫാമിലി എത്രത്തോളം ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്? നമുക്ക് എങ്ങനെ എഴുതാൻ അതിൻ്റെ ആൻസർ നോക്കിയുള്ളൂ. കലാംസ് ഫാമിലി ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പ്രൊക്യൂർ ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് അതർ ഹൗസ് ഹോൾഡ് നീഡ്സ് ബിക്കോസ് ഓഫ് ദ സാങ്ഷൻസ് ആൻഡ് റേഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഇതാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അതായത് കലാംസ് ഫാമിലി ഡിഫിക്കൽട്ട് അനുഭവിച്ചിരുന്നു. എന്തിനൊക്കെയാണ്? ടു പ്രൊക്യൂർ ഫുഡിന് വേണ്ടിയിട്ട്, ക്ലോത്ത്സിന്, പിന്നെ മറ്റുള്ള ഹൗസ് ഹോൾഡ് നീഡ്സിനൊക്കെ വേണ്ടിയിട്ട് അവർ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. കാരണം എന്താണ്? ഈ സാങ്ഷൻസും റേഷൻസും ഇമ്പോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഈ സാങ്ഷൻസും റേഷൻസും കാരണം, അതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. സംസുദ്ദീൻ കെയിം അപ്പ് വിത്ത് എ പ്രപ്പോസൽ ബിക്കോസ്. സംസുദ്ദീൻ വന്നത് ഒരു പ്രപ്പോസലുമായിട്ടായിരുന്നു. എന്തുകൊണ്ടാണ് സംസുദ്ദീൻ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ്? നോക്കിയോളൂ. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹാഡ് പ്ലേസ്ഡ് എ നമ്പർ ഓഫ് സാങ്ഷൻസ് ആൻഡ് റേഷൻസ് ഓൺ ഗുഡ്സ്. ഗുഡ്സിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരുപാട് സാങ്ഷൻസും റേഷൻസും ഒക്കെ കൊണ്ടുവന്നു. അടുത്ത രണ്ടാമത്തത്, സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവൈൽഡ് ഇൻ ദ കൺട്രി. രാജ്യത്ത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ വാർ കണ്ടിന്യൂ ടു അഫക്റ്റ് കലാംസ് ഫാമിലി. ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ കലാമിൻ്റെ ഫാമിലിയെ വളരെയധികം അഫക്റ്റ് ചെയ്തു. അടുത്തത്, ദ റെയിൽ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ ഹാഡ് ബീൻ ഡൺ അവേ വിത്ത്. അതായത് രാമേശ്വരം സ്റ്റേഷനിലെ റെയിലിൻ്റെ സ്റ്റോപ്പ് എന്ത് ചെയ്തു? നിർത്തലാക്കി. ഇതിലേതാണ് ഈ സംസുദ്ദീൻ ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവരാൻ കാരണം? ഇതിലേത് ഓപ്ഷനാണ് ശരി? ഇതിൽ ഡി ഓപ്ഷനാണ് ശരി അല്ലേ? ദ റെയിൽ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ ഹാഡ് ബീൻ ഡൺ അവേ വിത്ത് അല്ലേ? രാമേശ്വരം സ്റ്റേഷനിൽ റെയിൽ സ്റ്റോപ്പ് നിർത്തലാക്കി. അതാണ് ഷംസുദ്ദീൻ ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവരുന്നത്. ഓക്കെ,
അപ്പോൾ ഡി ആണ് അതിൻ്റെ ആൻസർ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കലാം വാസ് ഓഫേർഡ് എൻജോയബിൾ ജോബ് ബൈ ശംസുദ്ദീൻ. വാട്ട് വാസ് ദാറ്റ്? കലാമിന് ശംസുദ്ദീൻ ഒരു വളരെ നല്ല അദ്ദേഹത്തിന് സന്തോഷകരമാകുന്ന വിധത്തിലുള്ളൊരു ജോബ് ഓഫർ ചെയ്തു. എന്തായിരുന്നു ആ ജോലി? കളക്ടിങ് ദ ബണ്ടിൽസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ത്രോൺ ഫ്രം ദ മൂവിംഗ് ട്രെയിൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദം അറൌണ്ട് ദ ടൗൺ. അതായത് മൂവിംഗ് ട്രെയിൻ അല്ലേ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് എറിയുന്ന ന്യൂസ് പേപ്പേഴ്സിനെ കളക്ട് ചെയ്യണം. ബണ്ടിൽസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് അല്ലേ, ന്യൂസ് പേപ്പേഴ്സിൻ്റെ കെട്ടിനെ കളക്ട് ചെയ്യണം. എന്നിട്ടത് ആ ടൗണിൽ മൊത്തം വിതരണം ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതായിരുന്നു കലാമിന് ശംസുദ്ദീൻ കൊടുത്ത ജോബ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 4 മുതൽ 6 വരെ നമ്മൾ ചെയ്യേണ്ടത് 3 into 1 3 മാർക്കിൻ്റെതാണ് കേട്ടോ. 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ട്. Read the given lines from hope is the thing with feathers. Hope is the thing with feathers എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റ് അല്ലേ, അതിൻ്റെ അകത്തു നിന്നുള്ള കുറച്ച് പോർഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ നോക്കിയോളൂ. Hope is the thing with feathers that perches in the soul and sings the tune without words and never stops at all. അതായത് ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ അല്ലേ, പ്രതീക്ഷ എന്നൊക്കെ പറയാം. ഇതെന്ന് പറയുന്നത് ആ ചിറകുള്ള ഒരു പക്ഷിയെ പോലെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെപ്പോഴും നമ്മുടെ ആത്മാവിനുള്ളിൽ ജീവിക്കുന്നു അല്ലേ. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. ഇത് എന്താണ്, വാക്കുകളില്ലാതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു, ട്യൂൺസ് ഉപയോഗിച്ച് ഈണം ഉപയോഗിച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ആവുന്നില്ല അല്ലേ, അതൊരിക്കലും നിൽക്കുന്നില്ല. And sweet is in the gale is hard and soul must be storm that could abash the little bird that keeps so many warm. നമ്മളെ ജീവിതത്തിൽ വളരെ വലിയ കഷ്ടപ്പാടുകൾക്കിടയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയും വലിയ കഷ്ടപ്പാടുകൾ വന്നാലും ഈ ഹോപ്പ് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. അതെങ്ങനെയാണ്, നമ്മുടെ ആത്മാവിനുള്ളിൽ ഒരു പക്ഷിയെ പോലെ ഇരുന്ന് അത് നമ്മെ ആശ്വസിപ്പിക്കുന്നു. അതിൻ്റെ സംഗീതം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതായത് ഈ ആശ്വാസം അല്ലെങ്കിൽ ഈ ഒരു പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെയർ ഡസ് ഹോപ്പ് പെർച്ച് അക്കോർഡിംഗ് ടു ദ പോയം. ഈ പോയം അനുസരിച്ച് ഈ ഹോപ്പ് എവിടെയാണ് കൂടുകൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണത് ഹോപ്പ് ഉള്ളത് എവിടെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ ഹേർട്ട് നമ്മുടെ ഹൃദയത്തിൽ, ഇൻ ദ മൈൻഡ് നമ്മുടെ മനസ്സിൽ, ഇൻ ദ സ്കൈ ആകാശത്തിൽ, ഇൻ ദ സോൾ ആത്മാവിൽ. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? എന്താ പറഞ്ഞിട്ടുള്ളത്? ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചേഴ്സ് ഇൻ ദ സോൾ അല്ലേ. അപ്പോൾ എവിടെയാണ്? ഇൻ ദ സോൾ. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഇൻ ദ സോൾ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ഹോപ്പ് ആസ് സംതിങ് ദാറ്റ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. എന്തുകൊണ്ടാണ് പോയറ്റ് പറഞ്ഞത് ഹോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പോയറ്റ് പറയാൻ കാരണമെന്ത്? തേർഡ് ആൻസർ നോക്കുള്ളൂ. ബിക്കോസ് ഹോപ്പ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് എവർ ലാസ്റ്റിംഗ്. അതായത് ഹോപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്, തുടർച്ചയായിട്ടുള്ളതും എവർ ലാസ്റ്റിംഗ് അല്ലേ, അത് എന്നെന്നും നിലനിൽക്കുന്നത് അല്ലേ. എവർ ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്നെന്നും നിലനിൽക്കുന്നതും കണ്ടിന്യൂസും ആണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് കീപ്സ് us ഗോയിങ് ഈവൻ ഇൻ ഹാർഡ് ടൈംസ്. നമ്മുടെ ഹാർഡ് ടൈംസിൽ കൂടി അല്ലേ, നമ്മുടെ വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ സമയത്ത് കൂടി ഇറ്റ് കീപ്സ് us ഗോയിങ്, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്താണ്? ഈ ഹോപ്പാണ് അല്ലേ. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ മാറി ശരിയാവും എന്നുള്ള ഹോപ്പ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ സ്റ്റോം ഇൻ ദ പോയം സിംബലൈസ്. ഈ പോയത്തിൽ സ്റ്റോം എന്നതുകൊണ്ട് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻസ്. സ്റ്റോം എന്ന് വെച്ചാൽ എന്താണ്? കൊടുങ്കാറ്റ് അല്ലേ. ദ സീസൺസ്, ലൗഡ് നോയ്സസ്, ഡിഫിക്കൽട്ട് ചലഞ്ചസ് ഇൻ ലൈഫ്, ആക്ച്വൽ വെതർ. ഏതാണ് സ്റ്റോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി, ഡിഫിക്കൽട്ട് ചലഞ്ചസ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലമായിട്ടുള്ള വെല്ലുവിളികൾ അല്ലേ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 7. റീഡ് ദ ലൈൻസ് ഫ്രം ദ 7 ഏജസ് ഓഫ് മാൻ ആൻഡ് പ്രിപ്പയർ എ പാരഗ്രാഫ് യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. 4 മാർക്കാണ്. ഈ ഒരു ക്വസ്റ്റിന് 4 മാർക്കാണ്. അതായത് ഒരു പാരഗ്രാഫ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ദ 7 ഏജസ് ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ടൊരു പോയമുണ്ട്. അപ്പോൾ ആ പോയത്തിലുള്ള കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്, പിന്നെ താഴെ ഹിൻസ് തന്നിട്ടുണ്ട്, കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പാരഗ്രാഫ് മേക്ക് ചെയ്യണം. നോക്കിയോളൂ. ഓൾ ദ വേൾഡ്സ് സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൺ മെർലി പ്ലേയേഴ്സ്. ലോകം മുഴുവനും ഒരു നാടകം പോലെയാണ്. അവിടെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ആ നാടകത്തിൽ വേഷമിടുന്ന നടിമാരും നടന്മാരും ഒക്കെയാണ്. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസ്. ഈ ഓരോ മനുഷ്യർക്കും ഉണ്ട് ഒരു പ്രവേശന എൻട്രൻസ് ഉണ്ട്, അതുപോലെ എക്സിറ്റും ഉണ്ട് അല്ലേ. And one man in his time plays many parts, his acts being 7 ages. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് ഒരുപാട് വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ജീവിതം 7 ഘട്ടങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അറ്റ് ഫസ്റ്റ് ദ ഇൻഫൻറ്റ്. ആദ്യം എന്താണ്? അവൻ ശിശുവായിട്ട് ജീവിതം ആരംഭിക്കുന്നു.
മോളിങ് ആൻഡ് പക്കിംഗ് ഇൻ ദ നഴ്സസ് ആം. അതായത് അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇത് മേളിങ് എന്ന് വെച്ചാൽ അങ്ങനെ കരഞ്ഞും, പിന്നെ പക്കിങ് എന്ന് വെച്ചാൽ ഈ പാലിനൊക്കെ ഇങ്ങനെ കുഞ്ഞു കുട്ടികൾ ശ്രദ്ധിക്കൂലേ, അതിനെയാണ് പറയുന്നത്. പക്കിംഗ് ഇൻ ദ നഴ്സസ് ആം. ഇതൊക്കെ ചെയ്ത് ഈ നേഴ്സിൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നു. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ. പിന്നെ അടുത്ത ഘട്ടത്തിൽ എന്താണ്, ഈ കുട്ടി ഈ പിന്നെ സാച്ചൽ എന്ന് വെച്ചാൽ സ്കൂൾ ബാഗ്, ആ സ്കൂൾ ബാഗും ഒക്കെ ചുമന്ന് പിന്നെ നിലവിളിച്ച്, അതായത് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാതെ കരയുന്ന ഒരു കുട്ടിയായി മാറുന്നു. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ. രാവിലെ ആവുമ്പോൾ അവൻ്റെ മുഖം നല്ല ഷൈനിങ് ആണ്, നല്ല ഷൈനിങ്, അതായത് നല്ല തിളക്കമുള്ള ഫേസാണ്. പക്ഷേ ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ എന്ന് വെച്ചാൽ എന്താണ്, ഒച്ചുണ്ടല്ലോ, ഒച്ച് എഴയുന്നത് കണ്ടിട്ടുണ്ടോ, വളരെ സാവധാനമാണ് ഒച്ച എഴുതുന്നത്. പക്ഷേ അവൻ്റെ ഈ ആക്ഷൻസ് ഒക്കെ എന്താണ്, ഒച്ച എഴയുന്നത് പോലെയാണ്, അലസമായിട്ടാണ് നീങ്ങുന്നത്. അൺവില്ലിംഗ്ലി ടു സ്കൂൾ. അവൻ ആഗ്രഹമില്ലാതെ എവിടെ പോകുന്നു, സ്കൂളിലേക്ക് പോകുന്നു. അത് എത്രയാണ് ഇവിടെ ഈ ഒരു ലൈൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഹിൻസ് തന്നിട്ടുള്ളത് വില്യം ഷേക്സ്പിയർ, അദ്ദേഹത്തിൻ്റെ ഒരു പോയമാണിത്. പിന്നെ ഹ്യൂമാനിറ്റീസ് ജേർണി ഫ്രം ഇൻഫാൻസി ടു ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത്. അതായത് മനുഷ്യരുടെ ജീവിതം എവിടെ നിന്ന്, ഇൻഫാൻസി എന്ന ശിശുവിൽ നിന്ന് പിന്നെ ഓൾഡ് ഏജ് ആവുന്നു, പിന്നെ ഡെത്തിലേക്ക് പോകുന്നു. ഈച്ച് സ്റ്റേജ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്പെസിഫിക് ആക്ഷൻസ്. ഓരോ സ്റ്റേജിലും ഓരോ സ്പെസിഫിക് ആക്ഷൻസ് ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്, പിന്നെ ലിറ്റററി ഡിവൈസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫ് മേക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫ് നോക്കാം. അപ്പോൾ ആൻസർ നോക്കിയോളൂ. ഷേക്സ്പിയർ ഇൻ ഹിസ് പോയം ദ 7 Ages of Man compares the world to a stage where all men and women are actors. അതായത് ഷേക്സ്പിയർ തൻ്റെ പോയമായ ദ 7 Ages of മാനിൽ എന്ന് പറയുന്ന ആ പോയത്തിലൂടെ കമ്പയർ ചെയ്യുന്നു. എന്തിന്, ദ വേൾഡ് ടു എ സ്റ്റേജ്, നമ്മുടെ ഈ ലോകത്തിനെ അല്ലെ, വേൾഡിനെ ഒരു സ്റ്റേജുമായിട്ട് കമ്പയർ ചെയ്യുന്നു. വെർ ആൾ മെൻ ആൻഡ് വുമൻ ആർ ആക്ടേഴ്സ്. അവിടെയുള്ള എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്താണ്, ആക്ടേഴ്സാണ്. Each person enters the stage of life at birth and leaves it at death. ഓരോ മനുഷ്യരും enters the stage, ഈ സ്റ്റേജിലോട്ട് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റേജ് ഓഫ് ലൈഫ് അല്ലെ, ലൈഫാകുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, അറ്റ് ബർത്തിലൂടെയാണ്, ജനനത്തിലൂടെ എൻ്റർ ചെയ്യുന്നു. ആൻഡ് ലീവ്സ് ഇറ്റ് അറ്റ് ഡെത്ത്. എന്നിട്ട് ഈ ലോകമാകുന്ന സ്റ്റേജിൽ നിന്ന് അവർ, അല്ലെങ്കിൽ ജീവിതമാകുന്ന സ്റ്റേജിൽ നിന്ന് അവർ പോകുന്നത് എപ്പോഴാണ്, അറ്റ് ഡെത്ത് അല്ലേ, മരണത്തിൽ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ഇൻ ബിറ്റ്വീൻ മാൻ പ്ലേസ് ഡിഫറെൻറ്റ് റോൾസ് ഇൻ 7 stages. ഇതിൻ്റെ ഇടയിൽ, ഈ ബർത്തിനും ഡെത്തിനും ഇടയിൽ മനുഷ്യൻ 7 സ്റ്റേജസ് ആയിട്ട് എന്തായിരുന്നു, ഒരു നാടകം കളിക്കുന്നു എന്ന് പറയുന്നു. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഇൻഫൻസി. ഫസ്റ്റ് സ്റ്റേജ് ഇൻഫൻസി അല്ലെ, ശിശുവായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. വെൻ ദ ചൈൽഡ് ക്രൈസ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേഴ്സ്. ആ സമയത്ത് ഈ ചൈൽഡ് കരയുകയും നേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ദാറ്റ് ഓഫ് എ സ്കൂൾ ബോയ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സ്കൂൾ ബോയുടെ ഒരു സ്റ്റേജാണ്. ഹു ഗോസ് അൺവില്ലിംഗ്ലി ടു സ്കൂൾ വിത്ത് എ ഷൈനിങ് മോർണിംഗ് ഫേസ് ആൻഡ് എ സാച്ചർ. എന്നിട്ട് ഈ കുട്ടിക്ക് രാവിലെ സ്കൂളിൽ പോകാൻ തീരെ താല്പര്യമല്ല അല്ലേ, വളരെയധികം താല്പര്യമില്ലാതെ അത് സ്കൂളിലേക്ക് പോകുന്നു. പക്ഷേ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് അവൻ്റെ മുഖം എന്ന് പറയുന്നത് നല്ല ഷൈനിങ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, നല്ല തിളക്കമുള്ള മുഖത്തോടു കൂടി അവൻ സ്കൂളിലേക്ക് പോകുന്നത്. അതിൻ്റെ കൂടെ അവൻ്റെ കയ്യിൽ എന്തുണ്ട്, അതിൻ്റെ സാച്ചൽ അല്ലേ, ഒരു പുസ്തകമൊക്കെ വെച്ചിരിക്കുന്ന ഒരു ബാഗും ഉണ്ട്. ഈച്ച് സ്റ്റേജ് ഓഫ് ലൈഫ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്പെസിഫിക് ആക്ഷൻസ് ആൻഡ് ക്വാളിറ്റീസ്. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റേജിലും ഓരോ സ്പെസിഫിക് ആക്ഷൻസും അതുപോലെ തന്നെ ഓരോ ക്വാളിറ്റീസും ഒക്കെ ഉണ്ടായിരിക്കും. ഷേക്സ്പിയർ ബ്യൂട്ടിഫുള്ളി പോർട്രേസ് ഹ്യൂമൻ ലൈഫ് ആസ് എ കണ്ടിന്യൂസ് ജേർണി ഫ്രം ബർത്ത് ടു ഡെത്ത് ത്രൂ ദീസ് ഡിഫറെൻറ്റ് ഏജസ്. ഈ വിവിധ പ്രായത്തിൽ കൂടി കടന്നു പോകുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലേ, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ജേർണിയാണ് മനുഷ്യൻ്റെ ജീവിതമെന്ന് ഈ പോയത്തിലൂടെ ഷേക്സ്പിയർ നമ്മളോട് പറയുന്നു. ഓക്കെ, അടുത്ത നോക്കിയുള്ളൂ. ക്വസ്റ്റ്യൻസ് 8 to 10. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അതായത് താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അപ്പോൾ 8 മുതൽ 10 വരെ കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ എഴുതണം. ഓരോന്നിനും 1 മാർക്ക് വെച്ചിട്ടാണ്. ഈ പാസേജ് വായിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നോക്കിയുള്ളൂ. ഡ്രഗ് use among children and teenagers is a serious issue that can lead to many harmful consequences. അതായത് ഈ കുട്ടികളിലും പിന്നെ അതുപോലെ ടീനേജേഴ്സിലും ഒക്കെ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അറ്റ് യങ് ഏജ് ദ ബ്രെയിൻ ആൻഡ് ബോഡി ആർ സ്റ്റിൽ ഡെവലപ്പിംഗ്. യങ് ഏജിൽ അല്ലേ, ആ ചെറിയ പ്രായത്തിൽ ആ തലച്ചോറും നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. Taking harmful drugs during this time can damage the brain, affect memory and make it difficult for children to concentrate or learn in school.
അതായത് ഇങ്ങനെ നമ്മൾ ഈ തരത്തിലുള്ള ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലും പിന്നെ എന്താണ് അതിൻ്റെ ഓർമ്മയ്ക്കും ഒക്കെ കേടുണ്ടാക്കും. നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പഠനത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ദിസ് ക്യാൻ ലീഡ് ടു പുവർ അക്കാഡമിക് പെർഫോമൻസ് അല്ലെ. ഇത് അതിൻ്റെ ഫാളിങ് ബിഹൈൻഡ് ഇൻ ക്ലാസ്. ഇത് പുവർ ആയിട്ടുള്ള അക്കാഡമിക് പെർഫോമൻസ് അല്ലെ, പഠനത്തിൽ പിന്നോട്ട് പോകാൻ കാരണമാകുന്നു. ദേ മേ ആൾസോ ബിഗിൻ ടു അവോയ്ഡ് ദെയർ ഫാമിലി ആൻഡ് സ്റ്റോപ്പ് കെയറിങ് അബൌട്ട് റെസ്പോൺസിബിലിറ്റി. മാത്രമല്ല നമ്മൾ കുടുംബത്തിൽ നിന്ന് അകലം പാലിക്കും. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അതൊന്നും നമ്മൾ ചെയ്യാതെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ അങ്ങ് നടക്കും. അതൊക്കെയാണ് ഈ ഡ്രഗ്സ് യൂസേജ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. Long term use of drugs can lead to addiction, a condition where the body feels like it needs the drug all the time. അതായത് ഈ ലോങ് ടൈമിൽ അല്ലെ, വളരെ ദീർഘകാലം നമ്മൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്താൽ അത് ഒരു അഡിക്ഷനായി മാറും. അപ്പം എപ്പോഴും ഈ ഡ്രഗ് വേണമെന്ന് നമ്മുടെ ശരീരത്തിന് തോന്നലുണ്ടാകും. Addiction makes it very hard to stop using the drug even when it is causing harm. അതായത് ഈ അഡിക്ഷൻ ഉണ്ടാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഉപേക്ഷിക്കാനേ പറ്റില്ല. നമ്മുടെ ആരോഗ്യത്തിന് ഇത് ദോഷം വരുത്തുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാമെങ്കിൽ കൂടി നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. This can result in serious health problems, go against the law and broken relationship with the family and friends. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ ഗോ അഗൈൻസ്റ്റ് ലോ അല്ലെ, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു. അതുമാത്രമല്ല നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഉള്ള പ്രശ്നങ്ങളിലേക്ക് ഒക്കെ നയിക്കുന്നു. In some cases, children who use drug may influenced by peer pressure, curiosity or problems at home or school. ചില സമയങ്ങളിൽ ഈ കുട്ടികൾ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് പലപ്പോഴും ഈ കൂട്ടുകാരുടെ പ്രഷർ മൂലമോ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യൂരിയോസിറ്റി അല്ലെ, അവർക്ക് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, കൗതുകം, അത് മൂലമോ അല്ലെങ്കിൽ വീട്ടിലേക്കും സ്കൂളിലേക്കും ഉള്ള പ്രശ്നങ്ങൾ കാരണമോ ഒക്കെ ആയിരിക്കാം. It's important to talk to trusted adults such as parents, teachers or counselors if someone feels stressed or pressured. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ പ്രഷറോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ, ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? മാതാപിതാക്കളോടോ അധ്യാപകരോടോ അല്ലെങ്കിൽ കൗൺസിലർമാരോടോ അല്ലെങ്കിൽ ട്രസ്റ്റഡ് അഡൾട്ട്സ് എന്ന് വെച്ചാൽ വിശ്വസ്തരായ മുതിർന്നവരോടോ ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അന്ന് ഓക്കെ ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Staying away from drugs help children live healthier, happier lives and allows them to focus on their goals and dreams. ലഹരി മരുന്നിൽ നിന്ന് ഒക്കെ അല്ലെ, ഡ്രഗ്സിൽ നിന്ന് നമ്മൾ അകലെ ആയാൽ കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. ഈ ആരോഗ്യവും സന്തോഷകരവുമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാനും സാധിക്കും. പിന്നെ അവർക്ക് അവരുടെ സ്വന്തം ലക്ഷ്യങ്ങളും അവരുടെ സ്വന്തം സ്വപ്നങ്ങളും ഒക്കെ നേടാനും കഴിയും. Making good choices and surrounding yourself with the positive influences can protect you from the dangers of drugs. അതായത് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും നമ്മുടെ ചുറ്റുമുള്ളത് നമ്മുടെ പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്നവർ അല്ലേ, നമുക്ക് നല്ലത് വരണമെന്ന് മാത്രം ചിന്തിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രഗ്സിൻ്റെ അപകടങ്ങളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാൻ കഴിയും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പിക്ക് ഔട്ട് ഫ്രം ദ പാസേജ് വൺ ഓഫ് ദി കോൺസിക്വൻസസ് ഓഫ് ടേക്കിംഗ് ഹാർംഫുൾ ഡ്രഗ്സ് ഡ്യൂറിംഗ് യങ് ഏജ്. യങ് ഏജിൽ നമ്മൾ ഈ ദോഷകരമായ ഡ്രഗ്സ് എടുക്കുന്നത് കൊണ്ടുള്ള കോൺസിക്വൻസ് അതിൻ്റെ അപകട ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ഡാമേജ് ദ ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിന് ഡാമേജ് ഉണ്ടാക്കുന്നു. അഫക്റ്റ് മെമ്മറി, നമ്മുടെ ഓർമ്മയെ അഫക്റ്റ് ചെയ്യുന്നു അല്ലേ, ഓർമ്മയെ നശിപ്പിക്കുന്നു. പിന്നെ പോർ അക്കാഡമിക് പെർഫോമൻസ് ആൻഡ് ഫാളിങ് ബിഹൈൻഡ് ഇൻ ക്ലാസ്, അക്കാഡമിക് പെർഫോമൻസ് കുറയുന്നു. ആൻഡ് ഫാളിങ് ബിഹൈൻഡ് ഇൻ ക്ലാസ്സിൽ പിന്നാക്കം പോകുന്നു അല്ലേ, ക്ലാസ്സിൽ പഠനകാര്യത്തിൽ പിന്നാക്കം പോകുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. സജസ്റ്റ് എ റെമഡി ഫോർ പേഴ്സൺ ഹു ഫീൽ സ്ട്രെസ്ഡ് ഓർ പ്രഷർഡ്. അതായത് ഒരു വ്യക്തി സ്ട്രെസ്ഡ് ആവുകയോ അല്ലെങ്കിൽ പ്രഷർ ആവുകയോ അല്ലേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റെമഡി എന്താണ്? എന്ത് റെമഡിയാണുള്ളത്? ആൻസർ: ടോക്ക് ടു ട്രസ്റ്റഡ് അഡൾട്ട്സ് സച്ച് ആസ് പാരൻസ്, ടീച്ചേഴ്സ് ഓർ കൗൺസിലേഴ്സ്. നമുക്ക് വിശ്വാസമുള്ള ഒരു അഡൾട്ടുമായിട്ട് സംസാരിക്കണം. അത് ആർക്കാവാം? പാരൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം, കൗൺസിലേഴ്സ് ആവാം. അങ്ങനെ ആരെങ്കിലും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം. അതാണ് അതിനുള്ള റെമഡി എന്ന് പറയുന്നത്.
അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ആൻഡ് പിക്ക് ഔട്ട് ദ റൈറ്റ് ഓപ്ഷൻ ബേസ്ഡ് ഓൺ ദ പാസേജ്. പാസേജിനെ ബേസ് ചെയ്തിട്ട് റൈറ്റ് ഓപ്ഷൻ എന്ന് സെലക്ട് ചെയ്യണം. താഴെ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അവോയ്ഡിങ് ഡ്രഗ്സ് ഹെൽപ്സ് ചിൽഡ്രൻ ലീവ് ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ലീവ്സ്. അതായത് ഡ്രഗ്സ് കുട്ടികൾ അവോയ്ഡ് ചെയ്താൽ അവർക്ക് ഹെൽത്തിയർ ആയിട്ടും ഹാപ്പിയർ ആയിട്ടും ജീവിക്കാൻ കഴിയും. അതൊന്നാമത്തത്. രണ്ടാമത്തത്, ലോങ് ടേം ഡ്രഗ് യൂസ് ക്യാൻ ലീഡ് ടു അഡിക്ഷൻ വിച്ച് ഈസ് ഈസി ടു ഓവർകം. ലോങ് ടേം ആയിട്ടുള്ള ഡ്രഗ് യൂസ് എന്ന് പറയുന്നത് അഡിക്ഷനിലോട്ട് നയിക്കും, വിച്ച് ഈസ് ഈസി ടു ഓവർകം. അതിനെ നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ കഴിയും. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? നമ്മൾ ഡ്രഗ്സ് അവോയ്ഡ് ചെയ്താൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാനും ഹാപ്പി ആയിട്ട് ജീവിക്കാനൊക്കെ കഴിയും എന്നുള്ളത്. രണ്ടാമത്തതാണെങ്കിൽ ലോങ് ടൈം ആയിട്ട് നമ്മൾ ഡ്രഗ് യൂസ് ചെയ്താൽ അതിൽ നിന്ന് അത് അഡിക്ഷനിലോട്ട് നയിക്കും. ഈ അഡിക്ഷനിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഊരിപ്പോകാൻ പറ്റും. ആണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ് അല്ലേ? അപ്പോൾ എ ശരി, ബി തെറ്റ്. അടുത്ത, ചിൽഡ്രൻ മേ സ്റ്റാർട്ട് യൂസിങ് ഡ്രഗ്സ് ബിക്കോസ് ഓഫ് പിയർ പ്രഷർ, ക്യൂരിയോസിറ്റി ഓർ പ്രോബ്ലംസ് അറ്റ് ഹോം. ഈ ചിൽഡ്രൻസ് ഡ്രഗ് യൂസേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രഷർ കാരണമോ പിന്നെ ക്യൂരിയോസിറ്റി കാരണമോ പിന്നെ അവരുടെ വീട്ടിലുള്ള പ്രോബ്ലംസ് കാരണമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? അടുത്തത്, ചിൽഡ്രൻ ഹു യൂസ് ഡ്രഗ്സ് ഓഫൺ ബിക്കം മോർ ഫോക്കസ്ഡ് ആൻഡ് ഡു ബെറ്റർ ഇൻ സ്കൂൾ. ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുകയും അവർക്ക് സ്കൂളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുകയും ചെയ്യും. അതാണോ? അല്ല. അപ്പം ഡിയും തെറ്റാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് ഓപ്ഷൻ, ഈ നാലെണ്ണത്തിൽ റൈറ്റ് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നോക്കിയുള്ള ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി സി ഈസ് കറക്റ്റ്. ആണോ? അല്ല. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ആണോ? അല്ല. ബോത്ത് എ ആൻഡ് സി ആർ കറക്റ്റ്. ആണോ? ആണ്. അതൊക്കെയാണ് ശരി. എയും സിയും ആണ് ശരി. ബോത്ത് ബി ആൻഡ് ഡി ആർ കറക്റ്റ്. ആണോ? അല്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ്. ബോത്ത് എ ആൻഡ് സി ആർ കറക്റ്റ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11 മുതൽ 13 വരെ. ആൻസർ 1 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് സെറ്റ്. 2 ഓപ്ഷൻസ് ഉണ്ട്. 11, 12, 13ലും 2 ഓപ്ഷൻസ് ആണ്. അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ 11A, മണി ഇൻ ദ story, A Long Walk with Granny, was deeply excited about his visit to Missouri with his grandmother. Imagine that after reaching home, he shares the encounter with the eye specialist to his father. Prepare a possible conversation between them. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന ആ യൂണിറ്റിൽ ഗ്രാനി അല്ലെങ്കിൽ ഗ്രാൻഡ് മദറും ഈ മണിയും കൂടി എവിടെ പോയി? മുസൂറി പോയി. എന്താണ് മുസൂറി പോയത്? ഐ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ പോയി തിരിച്ചു വന്നതിന് ശേഷം ഈ ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ട കഥ ഈ മണി അവൻ്റെ ഫാദറിനോട് പറയുവാണ്. അപ്പം ഈ മണിയും ഫാദറും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പം നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ? നോക്കൂ, ആദ്യം ഫാദറാണ് സംസാരിക്കുന്നത്. മണി, ഹൗ ഇസ് യുവർ ട്രിപ്പ് ടു മുസൂറി വിത്ത് ഗ്രാനി? മണി, നിൻ്റെ മുസൂറിയിലോട്ട് ഗ്രാനിയോടൊപ്പമുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ മണി പറയുന്നത്, ഇറ്റ് വാസ് സോ വണ്ടർഫുൾ. അത് വളരെ വണ്ടർഫുൾ ആയിരുന്നു. വി വാക്ക്ഡ് എ ലോങ് വേ ആൻഡ് ഈവൻ ഫേസ്ഡ് എ ലാൻഡ് സ്ലൈഡ് ബട്ട് ഗ്രാനി നെവർ ഗോട്ട് ടയർഡ്. ഞങ്ങൾ വളരെ ദൂരം നടന്നു. അതിൻ്റെ ഇടയിൽ വഴിയിലൊരു മണ്ണിടിച്ചിൽ, ലാൻഡ് സ്ലൈഡും ഉണ്ടായി. പക്ഷേ ഗ്രാനി ഒരു ടയേർഡും ഉണ്ടായിരുന്നില്ല ഗ്രാനിക്ക് അല്ലേ? ഗ്രാനിക്ക് ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫാദർ ചോദിക്കുകയാണ്, റിയലി? ആൻഡ് വാട്ട് ഡിഡ് ദ ഡോക്ടർ സേ അബൌട്ട് ഹർ ഐസ്? ഡോക്ടർ അവരുടെ കണ്ണിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഈ ഗ്രാനിയുടെ കണ്ണിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അപ്പം മണി പറയണത്, ദ ഡോക്ടർ സെഡ് ഷീ ഈസ് ഇൻ ഗോയിങ് ബ്ലൈൻഡ്, ഷീ ജസ്റ്റ് നീഡ്സ് ന്യൂ ഗ്ലാസസ്. ഡോക്ടർ പറഞ്ഞത് അവർ ഒരിക്കലും ബ്ലൈൻഡ് ആവുന്നൊന്നുമില്ല, അവർക്കൊരു പുതിയ കണ്ണട മതിയാകും, ഒരു പുതിയ ഗ്ലാസ് മതിയാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫാദർ, ദാറ്റ്സ് എ റിലീഫ്, ഗ്രാനി മസ്റ്റ് ബി ഹാപ്പി. അത് വളരെ ആശ്വാസമാണ്, ഗ്രാനിക്ക് അപ്പോൾ വളരെ നല്ല സന്തോഷമായി കാണും. അപ്പോൾ മണി പറയണം, യെസ് ഫാദർ, വെൻ ഷീ ഓർ ദ ന്യൂ ഗ്ലാസസ് ഷീ കുഡ് സീ മീ ആൻഡ് വാസ് സോ എക്സൈറ്റഡ്. അവർ പുതിയ ഗ്ലാസ് വെച്ചപ്പോൾ എന്നെ വളരെ വ്യക്തമായിട്ട് അവർ കണ്ടു. അതിൽ അവർ വളരെയധികം സന്തോഷവതിയായി. അപ്പോൾ ഫാദർ പറയണം, ഐ എം പ്രൗഡ് ഓഫ് യു മണി, യു ടുക്ക് ഗുഡ് കെയർ ഓഫ് ഹർ. എനിക്ക് നിന്നെ ഓർത്ത് വളരെയധികം അഭിമാനമുണ്ട്. നീ ഗ്രാനിയെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യണം എന്ന് പറയണം. അപ്പോൾ മണി പറയണം, താങ്ക് യു ഫാദർ, ഐ ജസ്റ്റ് വാണ്ട് ഗ്രാനി ടു സ്റ്റേ ഹാപ്പി. ഫാദറിന് താങ്ക് യു പറയാണ്. എന്നിട്ട് എന്താണ്, എനിക്കെപ്പോഴും ഗ്രാനി വളരെ സന്തോഷത്തോടെ ഇരിക്കണം എന്നതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രത്തോളം എഴുതിയാൽ മതിയാകും കേട്ടോ. അടുത്ത 11B ക്വസ്റ്റ്യൻ ആണ്. അതായത് 11ാമത്തെ ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട്, എയും ബിയും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കോൺവെർസേഷൻ, അത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റോറി എ ലോങ് വാക്ക്
A long walk with Granny ends with the Granny getting a pair of new glasses after consulting an eye specialist and regains her eyesight. Prepare an alternative ending to the story. അതായത് ഇതിൻ്റെ അകത്ത് ഗ്രാനിക്ക് ഒരു പുതിയ പെയർ ഓഫ് ഗ്ലാസ്സസ് കിട്ടി. അപ്പോൾ അവർക്ക് അവരുടെ കാഴ്ച തിരിച്ചു കിട്ടി. അതാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന ആ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പം അതിന് വേറൊരു ഓൾട്ടർനേറ്റീവ് എൻഡിങ്, മറ്റൊരു എൻഡിങ് വെച്ചിട്ട് നിങ്ങളൊരു സ്റ്റോറി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ അവർക്ക് കാഴ്ച കിട്ടി. ഇനി അടുത്ത് നമ്മൾ മറ്റൊരു സ്റ്റോറി പറയുമ്പോൾ അവർക്ക് കാഴ്ച കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു സ്റ്റോറി ആയിട്ട് എഴുതണം. ഗ്രാനി ആൻഡ് മണി റിട്ടേൺ ഹോം ആഫ്റ്റർ കൺസൾട്ടിങ് ദ ഐ സ്പെഷ്യലിസ്റ്റ്. ഗ്രാനി മണിയും എന്താണ് ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലെത്തി. ദ ഡോക്ടർ സെഡ് സാഡ്ലി ദാറ്റ് നത്തിങ് മോർ കുഡ് ബി ഡൺ ടു റീസ്റ്റോർ ഹർ ഐസൈറ്റ്. അതായത് അവരുടെ ഐസൈറ്റിനെ അല്ലെങ്കിൽ കാഴ്ചശക്തി വീണ്ടെടുക്കാൻ ഇനിയൊന്നും ചെയ്യാനില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മണി വാസ് ഡിസപ്പോയിൻറ്റഡ്. മണിക്ക് വളരെ സങ്കടമായി. ബട്ട് ഗ്രാനി ജെൻലി ഹെൽഡ് ഹിസ് ഹാൻഡ് ആൻഡ് സെഡ് ഡോണ്ട് വറി മണി, ഐ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു സീ ദ വേൾഡ് വിത്ത് മൈ ഐസ് ബട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്സ് ബ്യൂട്ടി ത്രൂ യു. അതായത് നീ വിഷമിക്കേണ്ട മണി, എന്താണ് എനിക്ക്, അതായത് ഗ്രാനി അവൻ്റെ കരങ്ങൾ ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട മണി, ഡോണ്ട് വറി മണി, നീ വിഷമിക്കേണ്ട, എനിക്ക് ഈ ലോകം നിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലോകത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനും കഴിയും, ഫീൽ ചെയ്യാൻ കഴിയും, അങ്ങനെ നിൻ്റെ കണ്ണുകളിലൂടെ ഫീൽ ചെയ്യാനും കഴിയും എന്ന് പറഞ്ഞു. ഫ്രം ദാറ്റ് ഡേ Mani described everything he saw, the flowers, the trees, the mountains and the changing skies. അതിന് ആ ദിവസം മുതൽ ഗ്രാനി എല്ലാ കാര്യങ്ങളും ഈ ഗ്രാനിയല്ല മണി എല്ലാ കാര്യങ്ങളും ഗ്രാനിയോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഫ്ലവേഴ്സിനെ കുറിച്ചും ട്രീസിനെ കുറിച്ചും മൗണ്ടെയ്ൻസിനെ കുറിച്ചും പിന്നെ ഈ ആകാശത്തിൻ്റെ നിറമാർന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഗ്രാനി ലിസൺഡ് കെയർഫുള്ളി. ഇതെല്ലാം ഗ്രാനി വളരെ കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്തു. മാത്രമല്ല സ്മൈലിംഗ് അറ്റ് എവരി ഡീറ്റെയിൽ, അതായത് ഓരോ പ്രാവശ്യം ഡീറ്റെയിൽ ചെയ്യുമ്പോൾ മണി ഡീറ്റെയിൽ ചെയ്യുമ്പോൾ അവർ അങ്ങനെ ചിരിച്ചുകൊണ്ടത് ലിസൺ ചെയ്തു കെയർഫുള്ളായിട്ട്. ദോ ഷീ കുഡ് നോട്ട് സീ, അവർക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഷീ ഫൗണ്ട് ഹാപ്പിനെസ് ഇൻ മണീസ് വേർഡ്സ്, മണിയുടെ വേർഡ്സിൽ നിന്ന് അവർ ഹാപ്പിനെസ് ഫൗണ്ട് ചെയ്തു അല്ലേ, ആ സന്തോഷം കണ്ടെത്തി. ആൻഡ് പ്രസൻസ്, മണിയുടെ ആ പ്രസൻസിൽ അവർ സന്തോഷം കണ്ടെത്തി. ദെയർ ബോണ്ട് ഗ്രൂ സ്ട്രോങ്ങർ, അവരുടെ ബോണ്ട് വളരെയധികം സ്ട്രോങ്ങറായി, ശക്തമായി. ഇത്രയേ ഉള്ളൂ കേട്ടോ.